السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. ആദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഈ മഹത്തരമായ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി ഖബറുകളിൽ കഴിയുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും നാളെ അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ സ്വഹാബത്തുൽ കിറാമിന്റെ മുന്നിലിരുന്നു കൊണ്ട് പറയുകയാണ്, അല്ലയോ സ്വഹാബത്തെ, ലാ തദ്ഖുലൂനൽ ജന്ന, സ്വർഗത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം കഷ്ടപ്പാടുകൾ സഹിച്ചു കൊണ്ടിരുന്ന സ്വഹാബത്തിനോടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ലാ തദ്ഖുലൂനൽ ജന്ന, നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. ഹത്താ തുഅ്മിനൂ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാവുന്നത് വരെ നിങ്ങൾ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. വലാ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസിയാവുകയില്ല. ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ. ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലയോ സ്വഹാബ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങൾ വിശ്വാസികളാവണം. നിങ്ങൾ വിശ്വാസികളാകണമെങ്കിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെയോ, പറഞ്ഞു തരട്ടെയോ സ്വഹാബ, ഇദാ ഫഅൽതുമൂഹു, നിങ്ങൾ അതിനെ പ്രവർത്തിച്ചാൽ തഹാബബ്തും, നിങ്ങൾ പരസ്പരം സ്നേഹിക്കും, ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വിശ്വാസികളാകും. അങ്ങനെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കും.
എന്താണ് ആ കാര്യം? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ സലാം പറയലിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക, സലാം പറയലിനെ വ്യാപിപ്പിക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുക. എന്ന് മാത്രമല്ല, ഇന്നസ്സലാമ ഇസ്മും മിൻ അസ്മാഇല്ലാഹി തആല വവളഅഹു അല്ലാഹു ഫിൽ അർള്, നിശ്ചയമായും അല്ലാഹുവിന്റെ നാമങ്ങളിലുള്ള ഒരു നാമമാണ് സലാം എന്നുള്ളത്. അത് ഭൂമിയിൽ അല്ലാഹു നിശ്ചയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഫഅഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾ നിങ്ങളുടെ ഇടയിലെ സലാമിനെ അങ്ങ് വ്യാപിപ്പിക്കണേ സ്വഹാബ. ഇതിന്റെ ശ്രേഷ്ഠത അങ്ങ് അറിഞ്ഞപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇദാ ലഖിയ അഹദുകും അഖാഹു ഫൽയുസല്ലിം അലൈഹി, ഏതെങ്കിലും ഒരു സഹോദരനെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ ഫൽയുസല്ലിം അലൈഹി, നിങ്ങൾ സലാം അവനോട് പറയണേ. ഫൈൻ ഹാലത്ത് ബൈനഹുമാ ശജറത്തുൻ ഔ ജിദാറുൻ ഔ ഹജർ, ഒരു കല്ലോ ഒരു മതിലോ ഒരു മരമോ നിങ്ങൾക്കിടയിൽ മറയിട്ടാൽ വീണ്ടും അവനെ കാണുകയും ചെയ്താൽ സുമ്മ ലഖിയഹു ഫൽയുസല്ലിം അലൈഹി അയ്ളാ, അവനെ വീണ്ടും അവനോട് സലാം പറയണം. ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ് സലാം. സലാം എന്നാൽ ഒരു ദുആയാണല്ലോ. സലാം എന്ന് പറഞ്ഞാൽ ഒരു ദുആ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ ചില മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. സലാം പറയുന്നതിന് ചില മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇത് നമ്മൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പകർത്തണം, എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സലാം പറയുന്നതിന് ചില മര്യാദകൾ നമ്മളൊന്ന് വിചാരിച്ചു നോക്കുക, ചിന്തിച്ചു നോക്കുക. നമ്മൾ അന്യ വീടുകളിൽ പ്രവേശിക്കുമ്പോൾ എങ്ങനെ സലാം പറയണം, എങ്ങനെ അകത്ത് കിടക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത ഒരു വീട്ടിൽ പ്രവേശിക്കാൻ പോയാൽ നിങ്ങൾ അവിടെ പ്രവേശിക്കരുത്, കടക്കരുത്. ഹത്താ തസ്തഅനിസൂ, അനുവാദം തേടുന്നത് വരെ, അവരനുവദിച്ചാൽ മാത്രം കയറുക. വതുസല്ലിമു അലാ അഹ്ലിഹാ, അവരോട് സലാം പറയുകയും ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ വീട്ടിലേക്ക് കടക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇതെന്തിനു വേണ്ടിയിട്ടാ? ദാലികും ഖൈറുൽ ലക്കും ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്, അല്ലാതെ വെറുതെ പറയല്ല. ഒരു വീട്ടിലേക്ക് ഓടിക്കയറുകയല്ല വേണ്ടത്, ഓടിച്ചാടി കയറുകയല്ല വേണ്ടത്. അതുപോലെ സലാം പറയാതെ അഭിവാദ്യം അർപ്പിക്കാതെ നിങ്ങൾ അങ്ങോട്ട് കയറാൻ പാടില്ല എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ സ്വന്തം വീടുകളിലേക്ക് പ്രവേശിച്ചാൽ, നമ്മുടെ സ്വന്തം വീടുകളിലേക്ക് കടന്നു വന്നാൽ, ഫൈദാ ദഖൽതും ബുയൂതൻ, നിങ്ങളുടെ വീടുകളിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത് എങ്കിൽ, ഫസല്ലിമൂ അലാ അൻഫുസികും, നിങ്ങൾ അങ്ങോട്ട് സലാം പറയണേ. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബാ, അനുഗ്രഹീതവും പാവനവുമായ ഒരു ഉപചാരം എന്ന നിലയിൽ അല്ലാഹുവിൽ നിന്നുള്ള ഉപചാരമാണ് അത്. ആ നിലയ്ക്ക് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാതെ സ്വന്തം വീടുകളിലേക്ക് പോലും പ്രവേശിക്കരുതേ എന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് സലാം പറയുന്ന മര്യാദ. ഇനി ഒരാൾ സലാം പറഞ്ഞാലും എങ്ങനെ മടക്കും? സലാം പറഞ്ഞാൽ എങ്ങനെയാണ് അത് മടക്കേണ്ടത്? വൈദാ ഹയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ, നിങ്ങൾ
നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ മെച്ചമായ അഭിവാദ്യം നിങ്ങൾ ചെയ്യണേ. അതല്ലെങ്കിൽ അത് തന്നെയെങ്കിലും ഒന്ന് മടക്കി കൊടുക്കണേ. ചിന്തിച്ചു നോക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് 10 നന്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞപ്പോ 20 നന്മ എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോ 30 നന്മ എന്ന മനുഷ്യനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ നമ്മളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആ അസ്സലാമു അലൈക്കും പറഞ്ഞവനോട് തിരിച്ച് അസ്സലാമു അലൈക്കും സലാം എന്ന് പറയണം. അത് തന്നെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി അതിനേക്കാൾ പ്രതിഫലം കിട്ടണമെങ്കിൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ചിന്തിച്ചു നോക്കണം. ചില ആളുകൾ സലാം പറയുന്നത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. ചില ആളുകൾ സലാം പറയുമ്പോൾ മുഖം കൂർപ്പിച്ചിരിക്കുന്ന, സലാം അടക്കാതെ, അതല്ലെങ്കിൽ ചില ആളുകളെ തെരഞ്ഞു പിടിച്ച് സലാം പറയുന്ന ചില ആളുകൾ, അത് പാടില്ല. സലാം പറയേണ്ടത് ആരോടാണ്? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണല്ലയോ നബിയേ, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിൽ ഏതാണ് ഖൈറായ കാര്യം? ഏത് കാര്യമാണ് നബിയെ ഏറ്റവും ഖൈറായത്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഖാല നുത്ഇമുത് തആം, ഭക്ഷണം കൊടുക്കലാണ്, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ്. വത്തഖറഉസ് സലാമ അലാ മൻ അറഫ്ത വഅലാ മൻ ലം തഅരിഫ്, നിനക്ക് പരിചയമുള്ളവനോടും ഇല്ലാത്തവനോടും നീ സലാം പറയുകയും ചെയ്യുക എന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുക. നിനക്ക് പരിചയമില്ലാത്തവനുണ്ടാവാം, പരിചയമുള്ളവനുണ്ടാവാം, ഏതു മനുഷ്യനായാലും അവനോട് നീ സലാം പറയണേ. അങ്ങനെ പറഞ്ഞാൽ അത് ഏറ്റവും ഖൈറായ ദീനാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്ന് മാത്രമല്ല, ചില പ്രത്യേക ആളുകൾക്ക് മാത്രം സലാം പറയുന്നതിന്റെ ഭവിഷ്യത്ത് എന്തെന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബത്തിന്. ചില പ്രത്യേക ആളുകൾക്ക് മാത്രം സലാം പറയാം, ചില പ്രത്യേക ആളുകളിലേക്ക് മാത്രം സലാം പറയാം. ചില ആളുകളെ കാണുമ്പോൾ മാത്രം അസ്സലാമു അലൈക്കും എന്ന് പറയാം. അതെന്തിന്റെ അടയാളമാണ്? ഇന്ന ബൈന യദൈസാ അത്തസ്ലിമു അലൽ ഖാസാ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് സലാം ചില പ്രത്യേകക്കാർക്ക് മാത്രം പറയുന്നത്, ചില പ്രത്യേക ആളുകൾക്ക് മാത്രം സലാം പറയുന്നത്. അത് അന്ത്യനാളിന്റെ അടയാളമാണ്. ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ അറിയാതെ വന്നു പോകുന്നതാണ്. ചില പ്രത്യേക ആളുകളിലേക്ക് മാത്രം സലാം പറയുന്ന നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എല്ലാം സലാം പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ദുആ കൂടിയാണ് അല്ലെ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളിൽ ഉണ്ടാവട്ടെ. ഒരു മനുഷ്യനോട് അത് പറഞ്ഞാൽ, നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ദുആ തന്നെയാണ്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വഅലൈക്കും സലാം, ഇങ്ങനെ പറയാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു ദുആയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. എന്ന് മാത്രമല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മുഅ്മിനീങ്ങളുടെ തമ്മിലുള്ള ബാധ്യതകൾ, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതകളിൽ പെട്ടതാണ് സലാം പറയുക എന്നുള്ളത്. സലാം പറയാ. ഓരോ മനുഷ്യരും ഓരോ രീതിയിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ഒന്ന് സലാം പറയാൻ പോലും അവൻ പദവിയിൽ താഴ്ന്നവനാണ്, അല്ലെങ്കിൽ എൻ്റെ അത്ര പദവിയില്ല, അതല്ലെങ്കിൽ അവനെ എനിക്ക് ഇഷ്ടമല്ല. ആ രീതിയിൽ ചില ആളുകൾ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അവർ സലാം പോയിട്ട് മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക പോലുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത്, നിങ്ങളുടെ ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുക എന്നുള്ളത് അതും ഒരു സദഖയുടെ കൂലിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. നമുക്കത് വേണം. സദഖയുടെ പ്രതിഫലം ലഭിക്കണം. ഒരുപാട് സദഖ ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു പുഞ്ചിരിയെങ്കിലും ഒരു മനുഷ്യന് സമ്മാനിക്കണം. ഒരു മനുഷ്യൻ ദുഃഖിച്ചു നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചാൽ എത്ര സന്തോഷമാണ്, എത്രയോ സന്തോഷമാണ് നമുക്ക് ലഭിക്കുക. ആ സന്തോഷം അവന്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ അങ്ങനെ സന്തോഷിപ്പിക്കാൻ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. സലാം പറയാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിന്റെ അഭിവാദനം നടത്താൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്ന അതിലൂടെ പരസ്പര സ്നേഹമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിലൂടെ ഇസ്ലാം ഈമാൻ ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിലൂടെ നമ്മുടെ തറവാടാകുന്ന സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, അതിനുവേണ്ടി സ്വർഗം നേടുന്നതിന് വേണ്ടി സലാം പറയാൻ നമ്മുടെ ഒരു ശീലമാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം ആളുകളാണോ മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്നത്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മയും അവരെയും സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പലവിധത്തിലുള്ള സദഖകൾ, സംഭാവനകൾ നൽകുന്നവരുണ്ട്. ഏതൊരു മുറാദ് മനസ്സിൽ വെച്ചുകൊണ്ടാണോ അതെല്ലാം അവർ ചെയ്തിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുറാദുകളെല്ലാം പരിപൂർണമായി ഹാസനാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജോലിയില്ലാത്തവർക്ക് അർഹമായ ജോലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.